നമസ്കാരം. VCV ന്യൂസിലേക്ക് സ്വാഗതം. മാന്യ പ്രേക്ഷകർക്ക് പുതുവത്സര ആശംസകൾ നേർന്നുകൊണ്ട് ന്യൂസ് ടൈം ആരംഭിക്കുന്നു. ആദ്യം പ്രധാന വാർത്തകൾ. വടക്കാഞ്ചേരി അകമല കുഴിയോട് സർവനാശം വരുത്തി കാട്ടാനകൾ. വന്യമൃഗങ്ങളെ പ്രതിരോധിക്കുവാൻ ലക്ഷങ്ങൾ ചെലവഴിച്ച് സോളാർ ഫെൻസിംഗ് സ്ഥാപിച്ചെങ്കിലും കർഷകർക്ക് പ്രയോജനം ലഭിക്കുന്നില്ലെന്ന് ആക്ഷേപം. നെല്ല്, കവുങ്ങ്, തെങ്ങ്, പന ഉൾപ്പെടെയുള്ള കാർഷിക വിളകൾ വ്യാപകമായി നശിപ്പിച്ചു. നാടുവിടാനൊരുങ്ങി കർഷകർ. വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് കെട്ടടങ്ങാതെ വിവാദങ്ങൾ. തെരഞ്ഞെടുപ്പിൽ UDF സ്വതന്ത്രനായി വിജയിച്ച ജാഫർ മാഷ് വോട്ട് മറിച്ചതിന് പിന്നിൽ വൻ സാമ്പത്തിക ഇടപാടാണ് എന്ന ആരോപണവുമായി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് UDF സ്ഥാനാർത്ഥിയായി മത്സരിച്ച PI ഷാനവാസ്. ജാഫറിന്റെ ശബ്ദരേഖ സഹിതമാണ് PI ഷാനവാസ് സോഷ്യൽ മീഡിയയിലൂടെ പുറത്തുവിട്ടത്. അതേസമയം ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമാണെന്ന് ജാഫർ പറഞ്ഞു. പുറത്തുവന്ന ശബ്ദരേഖയിൽ പറയുന്നത് തമാശ രൂപേണയുള്ള സംസാരമാണെന്നും അത് ദുർവ്യാഖ്യാനം ചെയ്യുകയാണെന്നുമാണ് ജാഫറിന്റെ വിശദീകരണം. പുതുവർഷ പുലരിയിൽ അപകട പരമ്പര. വരടിയത്ത് ഓട്ടോറിക്ഷ നിയന്ത്രണം വിട്ട് മറിഞ്ഞ് 1 വയസ്സുകാരിക്ക് ദാരുണാന്ത്യം. വടക്കാഞ്ചേരിയിൽ 2 ഇടങ്ങളിലായി നടന്ന അപകടങ്ങളിൽ 3 പേർക്ക് പരിക്കേറ്റു. വടക്കാഞ്ചേരി പാർലിക്കാട് നിയന്ത്രണം വിട്ട കാർ വൈദ്യുതി പോസ്റ്റിലേക്ക് ഇടിച്ചു കയറി വരവൂർ സ്വദേശിയായ യുവാവിന് പരിക്കേറ്റു. അത്താണിക്ക് സമീപം ഓട്ടോറിക്ഷയും ബൈക്കും കൂട്ടിയിടിച്ച് തിരുവല്ലോമല സ്വദേശിയായ ഓട്ടോറിക്ഷ ഡ്രൈവർക്കും ബൈക്ക് യാത്രികനും പരിക്കേറ്റു. 2 ഇടത്തും രക്ഷാപ്രവർത്തകരായി നാട്ടുകാർ. സംസ്ഥാന സർക്കാരിൻ്റെ സുവർണ കേരളം ലോട്ടറി ടിക്കറ്റിലെ ചിത്രം ഹൈന്ദവ വിശ്വാസത്തെ അപമാനിക്കുന്നതാണെന്നാരോപിച്ച് പോലീസിൽ പരാതി. തെക്കുംകര യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് അനീഷ് കണ്ടമാട്ടിലാണ് സംസ്ഥാന പോലീസ് മേധാവിക്കും ജില്ലാ പോലീസ് മേധാവിക്കും പരാതി നൽകിയത്. ശിവലിംഗത്തെ വികലമായി ചിത്രീകരിച്ചതിലൂടെ മതസ്പർദ്ധ വളർത്താൻ ശ്രമം നടക്കുന്നുവെന്നാണ് പരാതിയിൽ ഉന്നയിച്ചിട്ടുള്ളത്.